നാട്ടിൽ പോണോണ്ട് ഷെബർക്ക് ഏതാ വേണ്ടത്? ഇതാണോ വേണ്ടത്? ഇതാണോ വേണ്ടത്? വലുതോ? പിടിക്ക. ഓ എന്തൊരു വലുപ്പാടി. നടക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വണ്ടറിങ് പൈപ്സ് എന്ന് പറയാനും പപ്പനെ പോയി ആയിട്ടില്ലല്ലോ. പപ്പ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ദമ്മാമിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോഴത്തെ ഞാനെൻ്റെ കുട്ടി ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തിരിക്കുകയാണ്. നമ്മളെ തമ്പനയിലും ക്യാപ്ഷനിലൊക്കെ ഉണ്ട മാതിരി നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് പെട്ടെന്ന് നാട്ടിൽ പോകണത്, എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഒരു സർപ്രൈസാണ്. കാരണം ഇന്ന് ഷോപ്പിംഗ് മാത്രമല്ലേ, നമ്മൾ നാട്ടിൽ പോകണമെന്ന് വ്ളോഗിൽ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഷോപ്പിംഗ് നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, അതൊരു ചടങ്ങാണ്. മുട്ടായി വാങ്ങണം, പിന്നെ നാട്ടിൽ കുറേ ന്യൂ ബോൺ ബേബീസ് ഉണ്ട്, എൻ്റെ സിസ്റ്റർ കുട്ടിയുണ്ട്, പിന്നെ അതേമാതിരി ഷെബുവിൻ്റെ 2-3 കസിൻസ് ഉണ്ട്. ഇവർക്കൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ മുട്ടായി വാങ്ങണം, സോപ്പ്, ചീർപ്പ്, പാൽപ്പൊടി, അങ്ങനെ എല്ലാതും വാങ്ങണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും ഇവനും വീട്ടിലിങ്ങനെ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയത് കേട്ടോ. നമ്മളെ ബാക്കിൽ ഇവിടുത്തെ സൗദി കുട്ടികളും എല്ലാവരും കളിക്കുന്നുണ്ട്. അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവന്. അതും ഉള്ളിലുണ്ട്. ഷെബു അവിടെ ഉണ്ടാവും, ഉപ്പാക്ക് ചായ ഇടുന്നുണ്ട്. ഒരു 4-4:30 കട്ടി വ്ളോഗ് എടുക്കുന്നത്. എന്താണ് പോന്ന കാണിച്ചു തരാം, പാപ്പ കാണിച്ചു തരാം, നോക്കിക്കൊള്ളട്ടോ. അവിടെ കണ്ടെങ്കിൽ സൗദി കുട്ടികൾ കളിക്കണ്, അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാ ഇവന്. അപ്പോൾ ഓൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. യെസ്, അവിടെ സൗദി കുട്ടികൾ മാത്രമല്ല പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സമയം അങ്ങനെ പോകും അല്ലേ കുഞ്ഞാ. വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് മുഴുവൻ കുട്ടികൾ കളിക്കുന്ന സൗണ്ട് കേട്ടോ. അതാണ് ആ സൗണ്ട് മുഴുവൻ എന്ന് പറഞ്ഞ സൗണ്ടില്ല കുഞ്ഞാ. ഓനിപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് നേരം സമയം അങ്ങനെ പോകും. ആദം ഉള്ളിലിരിക്കേണ്ടത് ആദമിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് പഠിപ്പിക്കണം. കാരണം ഇത് റോഡ് ക്രോസ് ചെയ്ത് പോകണം. അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലെങ്ങനെ വണ്ടികൾ പോകണോണ്ട് ഒറ്റയ്ക്ക് വിടാനും പേടിയാണ്. എന്നാലും മെല്ലെ മെല്ലെ വിട്ട് പഠിപ്പിക്കണം. എന്നാൽ പിന്നെ ഓൻ ഒറ്റയ്ക്ക് പോയാണ്ട് അവിടെ പോയി കളിച്ചാലോ അല്ലേ. കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞനും ഉണ്ടാവും കമ്പനിക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 7:41. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ ഉപ്പിയുണ്ട്, അദീമോനുണ്ട്, ഷെബുവിനിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. മറ്റവനാക്കണ് പനപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണ്. പോയിക്കോ പനം പോയിക്കോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞാ, സ്റ്റാർട്ട് ചെയ്യേ. ഇരുത്ത് നോക്കിയപ്പോൾ പോരാലും ഉദ്ദേശമില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യടാ വണ്ടി. അപ്പം നമ്മൾ വന്നിക്കണത് നമ്മളെ ദമാമിൽ കോർണിഷത്തെ ലുലുക്കാട്ട വന്നിക്കണത്. മറ്റോ തുടങ്ങി ടോയ്സ് വേണം മറ്റേ വേണം എന്ന് പറഞ്ഞാണ്ട്. ശബുട്ടിയെ നാട്ടിൽ പോകുമ്പോക്കിന് പെട്ടി പൊട്ടിച്ചുമ്പോൾ ബഡ്സ് വേണം. പിന്നെന്തൊക്കെ വേണ്ടടി? വാസലിൻ നിർബന്ധമല്ലേ പെട്ടി പൊട്ടിക്കുമ്പോൾ വാസലിന് നിർബന്ധമാണ്. അതേമാതിരി എൻ്റെ വീട്ടിലൊക്കെ എന്താ പറയുക അറിയോ, ഉമ്മേറ്റും ഈ ഒരു മരുന്നിന് ശേഷം എന്താ പറയുക, അസ്ഥിയിലെ ഫോട്ടല്ലേ, അസ്ഥിയിലെ ഫോട്ടലിലെ വേദനയ്ക്കുള്ള മരുന്ന്. അങ്ങനെ കേട്ടോ അടയാളം പറയാം. അസ്ഥിയിലെ ഫോട്ടലിലെ വേദനയ്ക്കുള്ള മരുന്ന്. ഇത് എല്ലാവരുടെ വീട്ടിലും പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. പണ്ട് എല്ലാവരും സൗദിയിലില്ലേ ഫാമിലിയിലെ വീട്ടിൽ ഈ സാധനം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. അതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓഫേഴ്സ് ഇട്ടൊക്കെയാണ് ഇതൊക്കെ. 1, 2, 3, 4 ഈ 4 എണ്ണത്തിന് 31 റിയാൽ. അതേമാതിരി ഈ 1, 2, 3, 4, 5, 6 സോപ്പിന് 17 റിയാൽ.
അങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണ്. ഷെബൂറ്റ് അവിടെ അങ്ങനെ പോയിക്കണ്, ഓരോന്ന് അങ്ങനെ പൊറുക്കണാക്കണ്. സമയം 9:05 ഇനി ഇവിടുന്ന് പോണ സമയം കാണിച്ചു തരാം. അത് കുട്ടികളെ ഐറ്റംസ് അല്ലേടി, വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഐറ്റംസ്. ഓഫറുണ്ടോ? പാമ്പേഴ്സ് ഞങ്ങൾ യൂസ് ചെയ്യൽ ഇതാ അതിമോന് പ്രീമിയം കെയർ ആട്ടോ യൂസ് ചെയ്യൽ. അതുകൊണ്ട് പ്രീമിയം കെയർ യൂസ് ചെയ്യുമ്പോൾ ഓനെന്താ ഇല്ലാത്തടി അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ആ കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓനൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലെങ്കിൽ ഭയങ്കര അലർജിയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഇതാ മുകൾക്ക് പോണ് ഉപ്പാക്ക് ഡ്രസ്സും ഷൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഓൻ കൊട്ടി കയറി ലാസ്റ്റ്. നാട്ടിൽ വിളിച്ചുമ്പോൾ പറയില്ല ടാങ്കും പൊടി കൊണ്ടുപോണ്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കും പൊടി കേട്ടോ. ഇത് ഏതാ ഫ്ലേവർ? ഇത് പൈനാപ്പിളിൻ്റെത്, ഇത് ഓറഞ്ചിൻ്റെത്. വില എത്ര നിങ്ങൾക്ക് അറിയോ? 67 റിയാല്. 67 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൂട്ടിക്കോളിയും. 67 × 21 എത്ര നാട്ടിലത്തെ ഇന്ത്യൻ ഉറുപ്പിയാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഉണ്ടോ? അതിന് 67. ഈ ഒരു മോഡലിന് 68. പിന്നെ 45 എന്ന് പറയുന്നത് ചെറുതിനാട്ടോ. ഇതിന് 68. ആ ടാങ്കും പൊടിൻ്റെ പ്രൈസ് നാട്ടിൽ കൂട്ടുകയാണെങ്കിൽ ഒരു 1200-1300 റുപ്യ വരും കേട്ടോ. അപ്പോൾ നാട്ടിലും ഈ ടാങ്ക് പൊടിക്കൊക്കെ എത്ര വില തന്നെയല്ലേ? 1200-1300 തന്നെയാണോ? അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണ്ടു. കാരണം നാട്ടിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഇവിടെയും നല്ല പൈസ ഉണ്ട് കേട്ടോ ഈ സാധനത്തിനൊക്കെ. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു രസമല്ലേ എല്ലാവർക്കും. നാട്ടിൽ പോകുമ്പോൾ ടാങ്കും പൊടി, പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ ഏതാ ലുലുവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണേ ഇവിടുന്ന് അടുത്ത ഷോപ്പിംഗ് സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഇവിടുന്ന് നമ്മളെ ഫുഡ് വാങ്ങണ് മുംബൈ കിച്ചൺ. ഷെബോറിനോട് നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ് റോസ്റ്റ്, മസാല ദോശയും ഇതൊക്കെ. കൊണ്ടേ പിടിക്ക. ഓ എന്തൊരു വലിപ്പാടി നടക്ക്. ഞാൻ താഴത്തുനിന്ന് തന്തൂരി ചിക്കനും വാങ്ങിക്കൊടുന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ലുലുവിൽ വരുമ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും ആരെങ്കിലും ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റല്ലേ ഷെബോ? അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ താഴത്തുനിന്ന് തന്തൂരി ചിക്കനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് 12 റിയാൽ. ഉണ്ടോ? നെയ് റോസ്റ്റ് ഉണ്ട്, മസാല ദോശ ഉണ്ട്. ഇത് എഗ് റോസ്റ്റ് അല്ലേടി? ഇത് എഗ് കേട്ടോ. ഷെബുവിൻ്റെത് നെയ് റോസ്റ്റ് അല്ലേ? ചീസോ? ഷെബുവിൻ്റെ ചീസ് കേട്ടോ. ആ അതുകൂടെ ഉണ്ട്. ചെറിയോനൊക്കെ അവിടെ. അപ്പോൾ ആരെങ്കിലും ലുലു വരാൻ ട്രൈ ചെയ്തോളില്ലേ ഷെബു? യെസ്, നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാത്തിലും ഡിപ്പ് ചെയ്ത് കഴിക്കാം. പലതരം ഐറ്റം ഉണ്ട് കേട്ടോ. സാമ്പാർ, പിന്നെ ഒരു പച്ച സോസ്. ഇതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം 10:43 ആയിട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നാട്ടിൽ പോകുന്നോണ്ട് ഷെബർക്ക് ഏതാ വേണ്ടത്? ഇതാണോ വേണ്ടത്? വലുതോ മതിയോ? ഷെബുവിന് നാട്ടിൽ പോണതുകൊണ്ട് വലുത് വേണത്തരെ. ഏതാ ഇതിൽ വേണ്ട ആർക്കടി? ആ വലുതോ? കമ്മിയായി പോയോ കുറച്ച്? എനിക്കിതിലേതാ പറ്റിയത്? എനിക്ക് സെൻസ് ഉണ്ടോക്കട്ടെ. എനിക്കേതാ പറ്റി പറഞ്ഞാൽ? എനിക്കിതിലൊന്നും പറ്റിക്കണ്. ആ ഓക്കെ. എനിക്ക് പറ്റിയത് എനിക്കറിയോ? ഇതേമാതിരി ഇത് പറ്റി, അതേമാതിരി ഇതും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അടിയത്തെ ലോക്കറ്റ് അല്ല, ഒരു ആ ഡിസൈന് ഏകദേശം എനിക്ക് പറ്റി. മലബാർ ഗോൾഡ് ഡയമണ്ട്സ്. എടി പെറ്റ് ഷോപ്പ് അടച്ചു അല്ലേ? ആ
ഇനി മലബാർ ഗോൾഡിൽ ഏതാ പറ്റിക്കണോ കേട്ടോ. ഓ ഇത് ഡയമണ്ട്സ് അല്ലേ? ഇതൊക്കെ എടുത്ത് മണ്ടി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചൂലേ? ഇത് രസമുണ്ട്. അല്ല ഇതെടുത്ത് മണ്ടിട്ട് വരാൻ നിലവിളി ശബ്ദം ഇടുക പറയാ. എന്തായാലും ഭംഗി. ഇതൊക്കെ ആർക്ക് ഇതിലേതാ പറ്റിയത് കമന്റ് ചെയ്യട്ടോ. ഇത് പോരാ, ആ മാലൊക്കെ ചിഞ്ചോ മോനെ. ഇതെന്റെ കൗത്തിലെ കാണുന്ന ഇമേജ് ചെയ്തോക്കാം. എത്ര ഉണ്ടാവും ഏകദേശം? ഡയമണ്ട് അല്ലേ? ഡയമണ്ട് ആകുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാവും അല്ലേ? ക്ലോസ് ചെയ്തു. ഏത് മകറ്റി അതോ ബാഗത്തോ? ആ രസമുണ്ടടി. എന്നാ പോലെ ഇറങ്ങുന്ന പോര്. വാ, ഞാൻ അടുത്ത നാട്ട് പോകുമ്പോൾ വാങ്ങി തരാം. ഇൻഷാ അല്ലാ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ദാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സമയം കണ്ടോ 11:22 ഇമ്മീറ്റും കൊടുന്ന സാധനങ്ങളൊക്കെ ഇനി മാറ്റിയുണ്ട് അവിടെ റെഡിയാക്കി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗോട് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഞാനാണ് ഏതാ പോകണമെന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയാം. അറിയാത്തവരാണെങ്കിൽ എന്തായാലും നമ്മൾ സർപ്രൈസ് ആയിട്ട് വെക്കുകയാണ്. നമ്മൾ അടുത്ത വ്ളോഗ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പറയാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. നാട്ടിൽ പോകുമ്പോൾ പർച്ചേസിങ് പറഞ്ഞൊരു ചൊറയാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല പർച്ചേസിങ്. ഇന്ന് ജസ്റ്റ് ഒന്ന് ലുലു മാളിൽ പോയി. വീക്കെൻഡാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇനി മുട്ടായി വാങ്ങാണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. അവന് സമയമല്ല, കാരണം 12 മണിയാകുമ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറ്റണമെങ്കിൽ നാളെ വാങ്ങണം. അപ്പോൾ ഓക്കെ ബൈ.